ഇനി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത് ടീം വി.ഡി. സതീശനാണ്. മുഖ്യമന്ത്രിയും ഒപ്പം 20 മന്ത്രിമാരും ഇന്നിപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കും. ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് UDF പ്രവർത്തകർ. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ UDF പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അധികം വൈകാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ എത്തിച്ചേരും. സ്റ്റേഡിയം എന്തായാലും ഇപ്പോൾ ഇതിനോടകം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ ആരൊക്കെയാകും പുതിയ മന്ത്രിസഭയിൽ ഉണ്ടാകാൻ പോകുന്നത്, വി.ഡി. സതീശനൊപ്പം ആരൊക്കെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നത് ഇന്നലെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണുള്ളത്. P.K. കുഞ്ഞാലിക്കുട്ടി, N. ഷംസുദ്ദീൻ, P.K. ബഷീർ, KM ഷാജി, V. അബ്ദുൽ ഗഫൂർ എന്നീ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിനുണ്ട്. അപ്പോൾ പാണക്കാട് തങ്ങൾ ഹാളിൽ നിന്ന് M.K. ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷുക്കൂർ, ഇത്തവണ UDF സർക്കാർ അധികാരത്തിലേറാൻ ഏറ്റവും കൂടുതൽ വിയർപ്പൊഴുക്കിയത്, പ്രയത്നിച്ചത് ലീഗ് പ്രവർത്തകർ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഫലം കൂടിയാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷകൾ, അവർ എത്രത്തോളം സന്തോഷത്തിലും ആവേശത്തിലുമാണ്? മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ ആവേശത്തിൽ തന്നെയാണ് ഉള്ളത്. മുസ്ലിം ലീഗിന്റെ 5 മന്ത്രിമാരും ഇപ്പോൾ പാണക്കാട്, അതായത് തിരുവനന്തപുരം നന്ദാവനത്തുള്ള പാണക്കാട് ഹാളിൽ എത്തിയിട്ടുണ്ട്. പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകുക. അതിനു മുമ്പ് ഇപ്പോൾ PMA സലാം സംസാരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പാണക്കാട് തങ്ങളുടെ പ്രാർത്ഥന തുടങ്ങുക. ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം കൂട്ടമായി പ്രവർത്തകർക്കൊപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് മന്ത്രിമാർ പുറപ്പെടും. ഷുക്കൂർ, MLA-മാർക്ക് പുറമെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയുക്ത മന്ത്രിമാർക്ക് പുറമെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ പാണക്കാട് ഹാളിലുണ്ടോ? തീർച്ചയായും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, E.T. മുഹമ്മദ് ബഷീർ, പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, മുനവർ അലി ശിഹാബ് തങ്ങൾ, PV അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഹാരിസ് ബീരാൻ MP, KPA മജീദ് തുടങ്ങിയ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാനും ചില പ്രവർത്തകർ മാത്രമാണ് എത്തിയിട്ടുള്ളത്. പ്രവർത്തകരെയല്ല, മറിച്ച് അവരുടെ സാധാരണ രീതി എന്ന നിലക്ക് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഒരു പ്രാർത്ഥന നടത്തി അങ്ങോട്ടേക്ക് പോകുന്നതാണ് അവരുടെ രീതി. അതിന് നേതൃത്വം നൽകാനായാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ പാണക്കാട് ഹാളിൽ എത്തിയിട്ടുള്ളത്. അതിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു സ്വാഗത പ്രസംഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ശരി 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 പാണക്കാട് ഹാളിൽ നിന്നാണ് ഇപ്പോൾ ഷുക്കൂർ വിവരങ്ങൾ നൽകുന്നത്. അവിടെ ലീഗിന്റെ നിയുക്ത മന്ത്രിമാർ, MLA-മാർ എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായുള്ള ചെറിയൊരു പ്രാർത്ഥനയാണ് അവിടെ പാണക്കാട് ഹാളിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ഷുക്കൂർ, അവർ എല്ലാവരും എത്ര മണിയോടുകൂടി, ഇനിയിപ്പോൾ 1 മണിക്കൂറേ ഉള്ളൂ, എത്ര മണിയോടെ അവരെല്ലാവരും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങും? പരമാവധി ഒരു 20 മിനിറ്റിനകം ഈ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുമ്പ് തന്നെ എല്ലാവരും അവിടെ എത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 8:00 തന്നെ ഈ ഹാളിൽ എല്ലാവരും എത്തണമെന്ന് ഈ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 8:15 മുതൽ തന്നെ നേതാക്കൾ ഇവിടെ എത്തി തുടങ്ങിയത്. P.K. കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുമാണ് ഏറ്റവും അവസാനം എത്തിയത്. അവർ കൂടി എത്തിയതോടുകൂടി നേതാക്കളെല്ലാം തന്നെ സ്റ്റേജിൽ അണിനിരന്നു. ഇപ്പോൾ എല്ലാ മന്ത്രിമാരും സ്റ്റേജിലുണ്ട്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. ഈ പ്രസംഗത്തിന് ശേഷം പ്രാർത്ഥന ആരംഭിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി പുറപ്പെടും. ശരി ശരി പാണക്കാട് ഹാളിൽ നിന്നാണ് M.K. ഷുക്കൂർ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി മീഡിയ വണിനോട് അവരുടെ പ്രതീക്ഷകൾ, അവർ ഏതൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും എന്നതൊക്കെയുള്ള അവരുടെ പ്രതീക്ഷകൾ പങ്കുവച്ചിരുന്നു. അതിൽ